ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞങ്ങളിന്ന് കോഴിക്കോടേക്ക് വൺ ഡേ ട്രിപ്പാണ് പോകുന്നത്. വന്ദേ ഭാരതിലാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് വന്ദേ ഭാരതിൽ പോകുന്നത്. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ വന്ദേ ഭാരതിന് വെയിറ്റ് ചെയ്യുന്ന സമയം ലേസൊക്കെ വാങ്ങിച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് വന്ദേ ഭാരത് വന്നു. വന്ദേ ഭാരതിൽ കയറി വേറെ കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയത്. ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഇത്തിരി നടക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ കുട്ടികൾ ഫേസ് ടു ഫേസ് ആയിട്ടാണ് ഇരുന്നത്. അച്ഛൻ ഒരു സീറ്റിൽ, മാമിയും കുഞ്ചാച്ചൻ ഒരു സീറ്റിൽ, അതിന് പാപ്പനും സുധി മാമി ഒരു സീറ്റിലായിരുന്നു. കുറേ കാഴ്ചകളുണ്ടായിരുന്നു കാണാൻ. ബോറടിച്ചപ്പോൾ റീൽസ് എടുത്തു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഗെയിം കളിച്ചു. ചെയിൻ റിയാക്ഷനാണ് കളിച്ചത്. അപ്പോഴേക്കും കോഴിക്കോട് എത്തിയാണ് ഞങ്ങളെല്ലാവരും ഇറങ്ങി. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിക്കാനാണ് പോകുന്നത്. നല്ല അടിപൊളി യാത്രയാണ് വന്ദേ ഭാരതിൽ. പെട്ടെന്ന് എത്തിയതൊന്നും അധികം അറിഞ്ഞില്ല. 1.5 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ എസ്കലേറ്ററിലാണ് മുകളിലേക്ക് പോയത്. എന്നിട്ട് ഞങ്ങൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പാരഗൺ റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ. കോഴിക്കോട് വന്നിട്ട് കോഴിക്കോടൻ ബിരിയാണി കഴിക്കാൻ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും ബിരിയാണി ഓർഡർ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിലെത്തി. എല്ലാവരും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. സ്റ്റാർട്ടറായിട്ട് ചിക്കൻ സൂപ്പും പിന്നെ ചിക്കൻ്റെ ഐറ്റം എന്തോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ സൂപ്പായിരുന്നു വന്നേ. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ സൂപ്പ് കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം സൂപ്പ് കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് ചിക്കൻ എന്നൊരു ഐറ്റം വന്നത്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും കഴിച്ചു. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ബിരിയാണി വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഓരോ ബിരിയാണിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണി. എല്ലാവർക്കും ബിരിയാണി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ദം ബിരിയാണി ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ബിരിയാണി കഴിച്ച് കഴിഞ്ഞപ്പോൾ ചോക്കോലാവിയും ബ്രൗണിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചമ്മ അത് കഴിഞ്ഞപ്പോൾ ടെൻഡർ കോക്കനട്ട് പുഡിങ്ങും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂടുതലും ചോക്കോലാവിയും ടെൻഡർ കോക്കനട്ട് പുഡിങ്ങാണ് ഇഷ്ടപ്പെട്ടത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ഛനും അച്ചാച്ചനും കുഞ്ചാച്ചനും ഒക്കെ സുലൈമാനി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ടേസ്റ്റ് നോക്കി. ഞങ്ങൾ പാരഗണിൽ എത്തിയ സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കഴിച്ചിറങ്ങി നോക്കിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു പുറത്തൊക്കെ. അത് ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അത് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് നേരെ ബീച്ചിലേക്കാണ് പോയത്. ഉച്ചയ്ക്ക് ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. ചെരുപ്പൊന്നും ഊരി നടക്കാനേ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ വെള്ളത്തിൽ കളിച്ചു. അതിന് പട്ടം കണ്ടപ്പോൾ പട്ടം വാങ്ങാൻ പോയി. പട്ടം വാങ്ങി എന്നിട്ട് അവർ കാണിച്ചു തരാമായിരുന്നു എങ്ങനെ ഉപയോഗിക്കുക, എങ്ങനെ പിടിക്കേണ്ടതെന്നൊക്കെ. എനിക്ക് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് അച്ഛൻ എനിക്ക് കാണിച്ചു തരാമായിരുന്നു. ഇപ്പോഴും ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ബട്ടൺ പരത്തി. എന്നിട്ട് എനിക്ക് അതൊന്നും പറ്റുന്നില്ല. അപ്പോൾ ചേട്ടനും കണ്ണാച്ചേട്ടനായിരുന്നു അത് പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും വെള്ളത്തിൽ കളിക്കാൻ പോയി. നല്ല രസമുണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ കടലമ്മ കള്ളീന്ന് എഴുതി. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന് മാച്ചുകൊണ്ട് പോയി. ഞാൻ പിന്നെയും മാക്കണമായിരുന്നു ട്രൈ ചെയ്യാറുണ്ട് എടുത്തൊക്കെ പോയിട്ട്. എന്നിട്ട് അത് ഫുള്ള് മാച്ചുണ്ടായിരുന്നു. നല്ല കാച്ചായിരുന്നു. അതിനോട് നല്ല ചൂടായിരുന്നു. പക്ഷെ നല്ലൊരു കാമായിട്ടുള്ളൊരു വിൻഡായിരുന്നു കേട്ടോ. കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണ സമയത്ത് ഉപ്പുമാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൈനാപ്പിൾ ഉപ്പിലിട്ടത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് ഐസ് ചൊരണ്ടി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുൾ ഐസായിരുന്നു. ഐസ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൈനാപ്പിൾ ഫ്ലേവർ ആയിരുന്നു മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉപ്പുമാങ്ങയാണ് വാങ്ങിച്ചത്. നല്ല ഉപ്പുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചേച്ചമ്മയാണ് ഐസ് ചൊരണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ലെമൺ സോഡയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുടിച്ച് നേരെ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറാൻ പോയി. നമ്മൾ ബീച്ചിൽ കഴിഞ്ഞുണ്ട് കാലൊക്കെ കഴുകി. നമ്മൾ അടുത്ത് പോകുന്നത് പിന്നെ ഞങ്ങൾ അടുത്തത് പോയത് മിഠായി സ്ട്രീറ്റിലേക്കാണ്. അവിടെ കുറേ നടക്കാനുണ്ടായിരുന്നു. ഫുള്ള് കടകളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. കുറേ നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നു. അപ്പോൾ നമ്മളിൻ്റെ അടുത്തത് ഒരു തണലുള്ള പാർക്കിൽ പോവാണ്. ഞങ്ങൾ അടുത്തത് പോയത് മന്നഞ്ചിറ പാർക്കിലേക്കാണ്. നല്ല തണലുണ്ടായിരുന്നു അവിടെ. പാർക്ക് കണ്ട് ഞങ്ങൾ നേരെ അവിടെ കയറി. കുറേ സ്ഥലം ഉണ്ടായിരുന്നു. ആദ്യം ചേച്ചമ്മയും കണ്ണാച്ചാണ് അത് ട്രൈ ചെയ്ത് നോക്കിയത്. പിന്നെ ഞാനും ചേച്ചമ്മയും ട്രൈ ചെയ്ത് നോക്കി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടെ നല്ല തണലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൻ്റെ സമയമാണ് അവിടെയാണ് ഇരുന്നത്. അപ്പോൾ അത് ഫുള്ള് ഒന്ന് കാണാമെന്ന് വിചാരിച്ചാൽ ഒന്ന് പോയി നോക്കി. നല്ല രസമുണ്ടായിരുന്നു. ഫുള്ള് സീനറി ആയിരുന്നു. ഞങ്ങളവിടെ നടന്നു. പിന്നെ ഒരു ഡിനോസറിൻ്റെ സ്റ്റാച്ചു കണ്ടു. പിന്നെ അവിടെ ഒരു മാപ്പൊക്കെ ഉണ്ടായിരുന്നു പാർക്ക് എവിടെയൊക്കെ ഉള്ളതെന്ന്. പിന്നെ അടുത്തൊരു പുഴ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇടയ്ക്കൊന്ന് പോയി നടന്നു നോക്കി. പിന്നെ അത് കഴിഞ്ഞ് ഫുള്ള് ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് തിരിച്ച് പോകാൻ നോക്കി. ഞാൻ ഈ ഗ്രൗണ്ടിലൂടെ അവിടെ നിന്നത് അവിടെ ഒരു കുഴിയായിരുന്നു. ഇപ്പോൾ ഞാൻ വീഴാൻ പോയതായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ജിംനാസ്റ്റിക്കിനൊക്കെ കണ്ടൊരു സ്റ്റാച്ചു ആയിരുന്നു.
പിന്നെ കഴിക്കാൻ പോയത് ഒരു സോഫ്റ്റ് ഐസ്ക്രീം. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല തണുത്തതായിരുന്നു. ചൂടത്ത് തണുത്തേക്ക് നല്ലൊരു ആശ്വാസമാണല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴേക്ക് ഞങ്ങളുടെ ട്രെയിനിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ദേ ഭാരത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ കയറി, ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. അപ്പോൾ സ്നാക്സ് വന്നിട്ടുണ്ടായിരുന്നു, വടയായിരുന്നു, വടയും പിന്നെ ക്രീം ബണ്ണും, പിന്നെ എന്തോ ഒരു ചിപ്സായിരുന്നു, പിന്നെ ചായ ഉണ്ടാക്കണ ഒരു പൊടിയായിരുന്നു, പിന്നെ കപ്പലണ്ടി മിഠായി ഉണ്ടായിരുന്നു. അവർ ഗ്ലാസ്സിൽ ചൂടുവെള്ളം തരും, എന്നിട്ടൊക്കെ നമ്മൾ ചായയുടെ പൊടിയിട്ട് നമുക്ക് ഇളക്കിയെടുത്ത ചായയാവും. അത് കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വരുന്ന വഴിയിലും പോണ വഴി നല്ല സീനറി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ലൊരു യാത്രയായിരുന്നു, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വൺ ഡേ ട്രിപ്പ് ആണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് പേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ ഇത്രയും പേരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തൊരു ട്രിപ്പിൽ വ്ളോഗിലായിട്ട് കാണാം. അപ്പോൾ നമ്മൾ തൃശ്ശൂരെത്തി. അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു വൺ ഡേ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത ട്രിപ്പിൽ നമ്മൾ വേറൊരു വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് നമുക്ക് കാണാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.